നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മഴ ദൈവങ്ങൾ പോലും കിങ് കോഹ്ലിയുടെ രക്ഷയ്ക്കെത്തിയില്ല. അദ്ദേഹം പുറത്തായി കഴിഞ്ഞ ഉടനെയാണ് മഴ വന്ന് മത്സരം ഡിലേ ആയതും പിന്നെ ലഞ്ച് എടുത്തതും. ഇന്ത്യയുടെ മുൻനിര ഓൾറെഡി തകർന്നു കഴിഞ്ഞു. 22 റൺസിന് 3 വിക്കറ്റ് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയ 445 റൺസാണ് ആദ്യ ഇന്നിങ്സിൽ കുറിച്ചിരിക്കുന്നത്. ഇന്ന് അവരുടെ ബാക്കി വിക്കറ്റുകൾ അധികമൊന്നും സമയം കളയാതെ നമ്മൾ പിഴുതെടുത്തിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് പ്രകടനം എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം 6 വിക്കറ്റുകൾ പിഴുതു. അതേസമയം സിറാജ് 2 വിക്കറ്റ്, ആകാശ് ദീപിന് 1 വിക്കറ്റ്, നിതീഷ് കുമാർ റെഡ്ഡിക്ക് 1 വിക്കറ്റ്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ക്യാരി ഇന്നലത്തെ റൺസിനോട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് തൻ്റെ ടെസ്റ്റ് 50 പൂർത്തിയാക്കി. 88 പന്തിൽ നിന്ന് അദ്ദേഹം 70 റൺസ് എടുത്തു. സ്റ്റാർക്ക് 18 റൺസിന് മടങ്ങിപ്പോയിരുന്നു. ലിയോൺ 2 റൺസ്, ഹേസൽവുഡ് റൺ എടുക്കാതെ പുറത്താകാതെ നിന്നു. ഏതായാലും അവരുടെ ഇന്നിങ്സ് 445 അവസാനിപ്പിച്ച് ഇന്ത്യക്കൊരു മികച്ച തുടക്കം ലഭിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന കാര്യം ഉറപ്പായ ഘട്ടത്തിൽ പക്ഷേ നമ്മെ നിരാശപ്പെടുത്തുന്ന തുടക്കമാണ് ടോപ്പ് ഓർഡർ നൽകിയിരിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ 4 റൺസ് മാത്രം എടുത്ത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ മിച്ചൽ മാർഷ് പിടിച്ച് പുറത്താവുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഗില്ല് മടങ്ങിപ്പോകുന്നു. 3 പന്തുകൾ നേരിട്ട അദ്ദേഹം എടുത്ത ഒരേ ഒരു റൺസാണ്. അദ്ദേഹത്തെയും സ്റ്റാർക്കാണ് മടക്കി വിട്ടത്. മിച്ചൽ മാർഷിന് തന്നെയാണ് ക്യാച്ച്. എന്നാൽ കിങ് കോഹ്ലിയും രാഹുലും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. 16 പന്തുകൾ നേരിട്ട് കിങ് കോഹ്ലി 3 റൺസ് എടുത്ത് ഹേസൽവുഡിൻ്റെ പന്തിൽ അലക്സ് ക്യാരി പിടിച്ച് പുറത്താവുകയായിരുന്നു. ഒരു ഭാഗത്ത് രാഹുലുണ്ട്. 24 പന്തുകൾ നേരിട്ട് അദ്ദേഹം 13 റൺസുമായിട്ട് നിൽക്കുകയാണ്. ഏതായാലും മഴ വന്നു, കളി തടസ്സപ്പെട്ടു, ലഞ്ചെടുത്തു. 22 റൺസ് എടുക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമായ സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ടീമുള്ളത്. 423 റൺസ് പുറകിലാണിപ്പോൾ ആദ്യ ഇന്നിങ്സിൽ. ഇനി വരുന്നവർ വലിയൊരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കളിച്ചില്ല എങ്കിൽ ഇതൊരു ദുരന്തമാവാൻ പോവുകയാണ് എന്ന് പറയേണ്ടി വരും. പന്തും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ഇനി ബാറ്റർമാരായിട്ട് വരാനുള്ളത്. എന്തായാലും നായകൻ രോഹിത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. പന്തൊക്കെ അവരുടെ ആ ഒരു പ്രതീക്ഷക്കൊത്തുള്ള ഉയരൽ ഇവിടെ നടത്തേണ്ടതുമുണ്ട്. അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടിയാവും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.